Hi friends, ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു കിച്ചണിലല്ല നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നത്, പുറത്ത് തന്നെ പോവാണ്. ഒരു കല്യാണ വീട്ടിലോട്ടാണ്. അപ്പൊ എൻ്റെ ഒരു ഫേവറേറ്റ് എൻ്റെ കസിൻ ഗ്രീഷ്മയുടെ കല്യാണമാണ്. അപ്പൊ ആ കല്യാണത്തിന്റെ തലേ ദിവസം നമ്മൾ എല്ലാവരും കൂടുന്നുണ്ട്. ഒരു 50 പേരുണ്ട്. അപ്പൊ കൊറോണ സീസണിലൂടെ ആയതുകൊണ്ട് ഒരുപാട് ആളുകളില്ല. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് മിനിമം ഒരു 50 പേരുണ്ടാവും. അപ്പൊ അതിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണി, ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഒറ്റക്കല്ല, എല്ലാവരും കൂടിയുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ എന്റെ ഫാമിലി പരമായിട്ട് നോക്കുവാണെങ്കിൽ ഫാദർ ആയാലും എന്റെ അങ്കിളുമാരായാലും എല്ലാവരും തന്നെ ഷെഫുമാരാണ്. ഇനിയിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞാണ്. എന്റെ അവിടുത്തെ വീട്ടിലായാലും എല്ലാവരും തന്നെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ചെറിയ ടെൻഷൻ എന്നാലും ഇല്ലാതില്ല. കാരണം ഞാനിങ്ങനെ 50 പേർക്കുള്ള ഫുഡൊന്നും അങ്ങനെ തനിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എങ്കിലും നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കി. ഓർഡറുകളെല്ലാം ചെയ്യുന്നവരാണ് കൂടുതലും. ചെറിയൊരു ഫംഗ്ഷൻ വന്നാൽ തന്നെ പണിയെടുക്കാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവരോടും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും നമ്മൾ ആ വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഞാനിപ്പോൾ 2 മാസമായിട്ട് ഇപ്പൊ ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എന്റെ പേര് മീനു എന്നാണ്. ബേസിക്കലി ഞാൻ ഇപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. പക്ഷെ ഞാനിവിടെ എറണാകുളംകാരി തന്നെയാണ്. അപ്പോ നമ്മുടെ ആ വീട്ടിലോട്ട് പോകാൻ നമുക്ക് ആ ഒരു കുക്കിംഗ് എൻജോയ് ചെയ്യാം. അപ്പം നമ്മുടെ ബിരിയാണിയുടെ പരിപാടി ഇവിടെ തുടങ്ങുവാണ്. ആദ്യം ഇവിടെ നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾ ഒരു 50 പേരുള്ളത് കൊണ്ട് തന്നെ ഫാമിലി ഒരു 6 കിലോ റൈസാണ് നമ്മളിപ്പോൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ ബീഫ് ബിരിയാണിയാണല്ലോ വെക്കുന്നത്, അപ്പോൾ ആവശ്യത്തിന് നല്ല നെയ്യുള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, ഗോൾഡ് വിന്നറാണ് എടുത്തിരിക്കുന്നത്, അതൊഴിച്ച് അതിനാവശ്യത്തിനുള്ള പട്ട, കറിയാമ്പ്, ഏലക്ക, ഒരുപാട് സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, വറ്റിച്ചെടുക്കുവാണ് റൈസ്. അപ്പോൾ ലൈറ്റ് ഫ്ലേവർ ആയിട്ടുള്ള കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സവാള, ഇപ്പൊ നമ്മൾ ബീഫ് കറിക്ക് എടുത്തിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് സവാള, ഒരു 3 വലിയ സവാള അരിഞ്ഞതാണ് ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ റൈസിന് സ്മൂത്ത്നെസ് കിട്ടാനായിട്ട് സവാള ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ റൈസിൽ ജസ്റ്റ് കുറച്ച് സവാള ഒന്ന് ഇടുന്നത്. അതൊന്ന് പച്ചപ്പ് മാറുമ്പോൾ തന്നെ നമ്മൾ ആ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 6 കിലോ റൈസ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഒരു മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. 2 കിലോ ബസ്മതി റൈസും 4 കിലോ സാധാരണ നമ്മുടെ ബിരിയാണി റൈസുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബസ്മതി റൈസിന്റെ ആ ഒരു ലെങ്ത്തും മറ്റു റൈസിന്റെ ആ ഒരു തിക്നെസ്സും അതിന് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് അത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇതൊന്ന് ആ ഒരു നെയ്യും എണ്ണയിലോട്ട് ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഈ വെള്ളത്തിന്റെയും റൈസിന്റെ എല്ലാ അളവ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതൊരു കുറച്ച് വലിയ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഓരോന്നും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ 6 കിലോ റൈസിന് ആവശ്യമുള്ള വെള്ളം അവിടെ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് സൈഡിലുള്ള ആ റൈസ് എല്ലാം അതിലോട്ടൊന്ന് ഇളക്കി കൂട്ടി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് നാരങ്ങ ഒരു നാരങ്ങയുടെ നീര്, അത് ആ ഒരു റൈസിൻ്റെ ആ ഒരു വെള്ള കളറ് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ആ ഒരു ഒട്ടാതെ നിൽക്കാനും ഇട്ടാണ് നമ്മൾ നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം അതൊന്ന് സിമ്മിലിടുക. സിമ്മിലിട്ട് കഴിയുമ്പോൾ അതൊന്ന് ആ ഒരു വെള്ളമെല്ലാം പറ്റി നമുക്ക് ചെറുതായിട്ടൊന്ന് അത് റെഡി ആയിട്ടായിട്ട് തോന്നുമല്ലോ. അപ്പോൾ അതെടുത്ത് നോക്കുക. അടി ചേർത്ത് പൊക്കി ഒന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിന്റെ ഫ്രീക്വൻസി അറിയാൻ പറ്റും. കഴിഞ്ഞ എൻ്റെ ബിരിയാണിയുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതെങ്ങനെയാണ് ആ റൈസ് കറക്റ്റ് വെള്ളം ചേർക്കുന്നതെന്നും അത് പൊട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ റൈസ് എങ്ങനെയാണ് വറ്റിച്ചെടുക്കുന്നതിനുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാനത് അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ ആ വെള്ളമെല്ലാം വറ്റി അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു റൈസ് താഴത്തോട്ട് ഇറക്കുവാണ്. ഇത് നമുക്ക് ബീഫിൻ്റെ പാട്ടൊന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രം അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതെടുത്ത് വെക്കാം നമുക്ക്. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള മൊരിയുന്നതിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, ഇതെല്ലാം
അരച്ചതോ ചതച്ചതോ ആയിട്ടുള്ള ഈ 6 കിലോ ബീഫിന് ആവശ്യമായിട്ടുള്ള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന്റെ പച്ചപ്പൊന്ന് നന്നായിട്ടൊന്ന് കിടണം കേട്ടോ. അതിനു വേണ്ടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ആ എണ്ണയോട് ചേർത്ത് അതിന്റെ പച്ചപ്പൊന്ന് മാറണം. ഈ സമയത്താണ് നമ്മുടെ സവാള 6 കിലോ ബീഫിന് ആവശ്യമായിട്ടുള്ള സവാള നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി സവാളയുടെ പാട്ട് നോക്കുവാണെങ്കിൽ അത് നന്നായിട്ട് വയറ്റിയെടുക്കണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഉണ്ടാകുന്ന നോക്കണം. എണ്ണ കുറച്ച് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അത് ഇളക്കി കൂട്ടി അത് നന്നായിട്ട് അങ്ങോട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളി അടിച്ചതോ ചതച്ചെടുക്കുന്നതോ ആയിട്ടുള്ള ചെറിയ ഉള്ളി, അത് ഇതിന്റെ ഒരു ടേസ്റ്റിന്റെ ഒരു പാട്ടാണ്, ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടുന്നുണ്ട്. അത് നന്നായിട്ട് ആ എണ്ണയിലിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇത്രയും പൊടികൾ ഈ 6 കിലോ ബീഫിന് ആവശ്യമായിട്ടുള്ള പൊടികൾ എടുത്ത് നമ്മൾ അതും ആഡ് ചെയ്ത് അതൊന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ ആ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളണം. ഒരുപാട് കരിഞ്ഞു പോകരുത്. നന്നായിട്ട് തന്നെ ഒന്ന് ഒരു എണ്ണയിൽ പെട്ടെന്ന് മൊരിയും. അപ്പൊ അത് നോക്കുക, ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഗ്രേവി എന്തോരം വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തക്കാളി ഇടുക. ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള തക്കാളി, സവാളയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളി നന്നായിട്ടൊന്ന് അതിലൊന്ന് ആ ചൂട് കയറി അത് ആ പേസ്റ്റ് പോലെ ആകണ സമയത്താണ് നമ്മുടെ ബീഫ് കണ്ടോ നല്ല നെയ്യുള്ള താവ് ഇറച്ചി എന്ന് പറയുമല്ലോ, നല്ല ഇളയ ഇറച്ചിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇനി മൂത്ത ഇറച്ചിയാണെങ്കിൽ നമുക്ക് വേവിന്റെ ഒരു പ്രശ്നം വരും. അപ്പോൾ നമുക്കൊന്ന് കുക്കറിലിട്ട് അടിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമ്മൾ നമുക്ക് അറിയാവുന്ന സ്ഥലത്ത് തന്നെ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു ഇളയ ഇറച്ചിയാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ കിടന്ന് നന്നായിട്ട് വേകും. അപ്പോൾ കുറച്ച് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ചൂടുവെള്ളം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അപ്പോൾ അതിന് തുടക്കത്തിൽ ആ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് തുടക്കത്തിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് അടച്ചു വെച്ചാൽ നല്ല ഫ്ലെയിമിൽ തന്നെ ഇരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സവാള കുറച്ച് നല്ല എണ്ണയിൽ വറുത്ത ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യിൽ വറുത്തായാലും കുഴപ്പമൊന്നുമില്ല. നെയ് കോസ്റ്റ്ലി ആയതാണ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വറുത്ത സവാള ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ചെറിയ ഉള്ളി അടിച്ചതും ഈ സവാളയും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതൊന്ന് ആ മസാലയോട് ചേർത്ത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ അതേ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അടി ചേർത്ത് ഇളക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പുതിനയില ഇപ്പൊ ആഡ് ചെയ്യുന്നില്ല, മല്ലിയില മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കശുവണ്ടി, കുറച്ചല്ല, ഇപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള ഒരു 6 കിലോ ബീഫിന് ആവശ്യമായിട്ടുള്ള കശുവണ്ടി നന്നായിട്ട് അടിക്കുക. കുറച്ച് കസ്കസും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഒരു കുറുക്കൽ കിട്ടും. അപ്പൊ അത് നന്നായിട്ട് അതൊന്ന് പേസ്റ്റ് പോലെ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കശുവണ്ടി അല്ലെങ്കിൽ ബദാമോ നമുക്ക് എന്ത് വേണേലും യൂസ് ചെയ്യാം. അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയോട് കൂട്ടുക. വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പുറത്തോട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കുക, കാരണം നമ്മൾ ആ ഒരു ലോ ഫ്ലെയിമിൽ ഇപ്പോൾ വെച്ചിട്ടില്ല വെള്ളം ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ ഇളക്കി കൂട്ടി ഇതാക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ബീഫ് ഞാൻ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുവാണ്, അതൊരു ദം ചെയ്യാനായിട്ടുള്ള സെറ്റപ്പിന് വേണ്ടി. അപ്പോൾ ആ ഇറങ്ങി വന്ന വെള്ളം മുഴുവനും ഇരുന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലാണ് നമ്മുടെ ബീഫ് വെന്തത്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ഓൾറെഡി നമ്മൾ വെന്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം ആദ്യമേ റൈസ് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കുമ്പോൾ ആ റൈസ് ഇരുന്ന് സെറ്റാകും. അപ്പോൾ നമ്മൾ ആ കുടഞ്ഞ് സെറ്റാക്കിയാണ് വെക്കുന്നത്. അപ്പോൾ തന്നെ അത് പൊട്ടിക്കാനായിട്ടും വലിയ പാടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നല്ല ഒരു റൈസ് ഉടഞ്ഞു പോവാത്ത ആ ഒരു കയ്യിലുകൊണ്ട് അതിന് പൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ നല്ല പരന്ന ഒരു മൂടിപ്പാത്രം അല്ലെങ്കിൽ ഒരു അതിനനുസരിച്ചിട്ടുള്ള ഒരു പാത്രം വെച്ച് നമ്മൾ അത് ആ റൈസ് ഒന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ അടിയിൽ അത്യാവശ്യം ഗ്രേവി കൂടുതൽ ഇടുന്നതായിരിക്കും നല്ലത്. ഒരു പീസുകൾ കുറച്ചിട്ട് ഗ്രേവി കുറച്ചധികം അടിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മുടെ ആ റൈസ് അത്യാവശ്യം ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ റൈസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഗാർണിഷ് ചെയ്യാം. കശുവണ്ടി, മുന്തിരി, ആവശ്യത്തിനുള്ള മുന്തിരി, കശുവണ്ടി എല്ലാം വെച്ച് നമ്മൾ ഗാർണിഷ് ചെയ്ത് കൊടുക്കുവാണ്. മല്ലിയില, കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത്, അത് നമുക്ക് ആവശ്യത്തിന് നമ്മളെ വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്യാം ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ അധികം ആൾക്കാരുള്ളപ്പോൾ കുറച്ചും കൂടി അത് ഭംഗിയിൽ ചെയ്താൽ നല്ലതായിരിക്കുള്ളൂ. ലുക്ക് വൈസും ടേസ്റ്റ് വൈസും നല്ലതാണ്. ഇനി അതിലോട്ട് അതിൻ്റെ മുകളിൽ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. പൊതുവേ ഒരുപാട് ഗ്രേവിയും ഒരുപാട് പീസസും ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ കുട്ടികളും വലിയവർക്കും ഉണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ബൗളിൽ കുറച്ച് കറി എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സെർവ് ചെയ്യണ സമയത്ത് മസാല കൂടുതൽ, മസാല കുറവ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് എളുപ്പമാണ്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ബിരിയാണി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് എല്ലാം കൂടി ദം ചെയ്ത് എളുപ്പത്തിൽ ദം ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തതാണല്ലോ. അപ്പോൾ കുട്ടികളെല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു മസാല ഒരു മെയിൻറ്റെയിൻ ചെയ്താണ് മസാല ഇടുന്നത്. അപ്പോൾ റൈസ് അതിനനുസരിച്ച് കറക്റ്റ് വേവിലാണ് നമ്മുടെ റൈസ് വറ്റിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ റൈസും അതിൻ്റെ മുകളിൽ ആ ഒരു ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യുക. കുറച്ച് നെയ്യ് മാത്രം മുകളിൽ ഒന്ന് ഇതാക്കി കൊടുക്കണം. നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് ദം ചെയ്യുന്നുണ്ട്. അപ്പോൾ നെയ്യെല്ലാം ഉരുകി അതിൻ്റെ ആ ടേസ്റ്റ് കൂടും. അപ്പോൾ നെയ്യ് മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ദം പ്രോസസ്സിലോട്ട് അത്യാവശ്യം നല്ല തിളച്ച ചൂടുവെള്ളം കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് വെച്ച് ദം ചെയ്യുവാണ്. അപ്പം നമ്മുടെ ദമ്മ് കഴിഞ്ഞു, എല്ലാവരും വിശന്നിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദമ്മ് പൊട്ടിക്കുവാണ്. അപ്പോൾ അത് പാത്രം ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ആ ഒന്ന് അടി ഒന്ന് ചേർത്തൊന്ന് മുക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ആവി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മുടെ ദമ്മ് നന്നായിട്ട് ഇരുന്ന് ആവിയെല്ലാം മേളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നമ്മൾ ഇടയ്ക്ക് ലെയറായിട്ട് കൊടുത്തേക്കുന്ന മസാലയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി പൊക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ ഈ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം കൊടുക്കുമ്പോൾ, കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ നമുക്കതൊരു ശരിയൊരു ഹാപ്പി മൊമെൻ്റ് ആണ്. പലരും പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരുള്ളപ്പോൾ ഇതൊരു 50 പേരുള്ള ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. ഇപ്പം എൻ്റെ മോള് നിയ, അവളാണ് ആദ്യമായിട്ട് വിശന്നിരിക്കുവാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ബിരിയാണി മേടിക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം എല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫംഗ്ഷനും നിങ്ങളുടെ വീട്ടിലെ ഫംഗ്ഷനെല്ലാം ഇതേപോലെ നന്നായിട്ട് ഒരുമിച്ച് കുക്ക് ചെയ്ത് നല്ലൊരു കുക്ക് ചെയ്യണ സമയത്താണല്ലോ എല്ലാവരും ആ ഒരു ഒത്തൊരുമയും ആ ഒരു കളിയും ചിരിയെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.